കണ്ണൂരിൽ നിന്ന് ഒരു വലിയ വാർത്ത. അനധികൃത പണമിടപാട് കേസിൽ കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ എന്നൊരു വാർത്ത വരുന്നു. കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കല്ലിക്കോടൻ രാഗേഷാണ് അറസ്റ്റിലായിരിക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഈ കല്ലിക്കോടൻ രാഗേഷ്. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാൺ, ബിഗ് ബ്രേക്കിംഗ് ആണ്. കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു നേതാവാണ്, മുതിർന്ന നേതാവാണ്. കെ സുധാകരന്റെ അടുത്തയാളാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള പണമാണോ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയപ്പെടുന്ന 2.22 കോടി രൂപ അനധികൃത പണമിടപാട് കേസിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. എന്താണ് കല്ലിക്കോടൻ രാഗേഷിനെതിരെയുള്ള കുറ്റം? അർജുൻ. ഡോക്ടറും തീർച്ചയായിട്ടും അനധികൃതമായിട്ടുള്ള പണം കല്ലിക്കോടൻ രാഗേഷ് പ്രസിഡന്റായിരിക്കുന്ന ഒരു ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് തുടർച്ചയായി പല തവണയായി എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഓപ്പറേഷൻ സി ഹണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ കേരള പോലീസും സമാനമായ രീതിയിലുള്ള അന്വേഷണം ഈ ബാങ്കിനെതിരെ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം കേരളത്തിലേക്ക് എത്തുകയും കണ്ണൂർ ടൗൺ പോലീസിന്റെ സഹായത്തോടു കൂടി ഈ ബാങ്കിലേക്ക് എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ ഈ ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബാക്കിയുള്ള രേഖകളും ഒക്കെ പരിശോധിക്കുന്നതിനിടയിലാണ് 2.22 കോടി രൂപ ഈ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം വന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തുടർച്ചയായ രീതിയിൽ, അതായത് പല തവണകളായി ഇത്തരത്തിൽ പണം ഈ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കല്ലിക്കോടൻ രാഗേഷിനെയും ഈ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജിതേഷിനെയും ഉൾപ്പെടെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മെഡിക്കൽ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.